ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പിസ്ത ഷെല്ലും പിന്നെ ഒരൊറ്റ വളയും ഉപയോഗിച്ച് ഒരു ക്രിസ്മസ് ഡെക്കോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ വളയെടുത്തു. വളയിൽ പിസ്ത ഷെല്ല് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പിസ്ത ഷെല്ല് അങ്ങോട്ടും ഒരു പിസ്ത ഷെല്ല് ഇങ്ങോട്ടും എന്ന മോഡലിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. വള മൊത്തത്തിൽ ഞാൻ പിസ്ത ഷെല്ല് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിസ്ത ഷെല്ല് മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഗ്രീൻ കളർ പെയിൻ്റാണ് അടിക്കേണ്ടത്. ഞാൻ ആക്രിലിക് ഗ്രീൻ കളർ പെയിൻ്റാണ് അടിക്കുന്നത്. അങ്ങനെ പിസ്ത ഷെല്ല് മൊത്തത്തിലൊന്ന് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി റെഡ് കളർ റിബൺ ആണ് എടുക്കേണ്ടത്. റെഡ് കളർ റിബൺ ഉപയോഗിച്ച് ഞാൻ ബോ മോഡലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് പിസ്ത ഷെല്ലിൻ്റെ മുകളിലൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ഈ എടുത്ത റിബൺ പിസ്ത ഷെല്ലിൽ ഒട്ടിയിരിക്കാത്തത് കൊണ്ട് ഞാൻ 2 പിസ്ത ഷെല്ല് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. മാറ്റിയതിന് ശേഷം വീണ്ടും ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒട്ടുന്നില്ല. അങ്ങനെ എൻ്റെ അവസാനത്തെ അടവും ഞാൻ പ്രയോഗിച്ചു. ഡബിൾ ഡെക്കോർ വെച്ച് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡബിൾ ഡെക്കോർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അവസാനം അത് ഒട്ടിക്കഴിഞ്ഞു. ഇനി ഒരു വൈറ്റ് കളർ ബീഡ്സ് ആ റിബണിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വള വെച്ച് ക്രിസ്മസ് ഡെക്കോർ റെഡിയായിട്ടുണ്ട്. വെറും 5 മിനിറ്റ് ഉണ്ട്. കുറച്ച് പിസ്ത ഷെല്ല് പിന്നെ വേറെ ഒരൊറ്റ വള ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ക്രിസ്മസ് ഡെക്കോറാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാവേ.